നമുക്കൊപ്പം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു തത്സമയം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ, ഞാനത് പ്രേക്ഷകരോട് പറയുമായിരുന്നു. അടുത്ത കാലത്തായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. NIRFന്റെ റാങ്കിംഗ് ആണെങ്കിലും ശരി, QS റാങ്കിംഗ് ആണെങ്കിലും ശരി, നമ്മളുടെ സർവകലാശാലകളൊക്കെ മികച്ച പെർഫോമൻസിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാലിക്കറ്റിൽ വേടന്റെ പാട്ടിനെ മുൻനിർത്തി, കേരള സർവകലാശാലയിൽ ഒരു ഭാരതാംബയുടെ കാവിക്കുടി എന്തിയ ചിത്രം മുൻനിർത്തി ഈ സർവകലാശാലകളുടെ നേട്ടത്തെ താറടിച്ച് കാണിക്കാനും തകർക്കാനുമാണോ ഗവർണറുടെ നേതൃത്വത്തിൽ, അതല്ലെങ്കിൽ ചില ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നത്? മിനിസ്റ്റർ, സർവകലാശാലകൾ വിവിധ ആശയങ്ങളുടെ സംഗമഭൂമികളായി സംവാദങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളായിട്ടാണ് മാറേണ്ടത്. അത് വിവാദങ്ങളിലേക്ക് നീങ്ങുന്നത് വളരെ നിർഭാഗ്യകരമാണ്. നമുക്ക് എല്ലാ ആശയധാരകളും സ്വതന്ത്രമായി ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും സർഗാത്മകമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഇടങ്ങളായിട്ട് സർവകലാശാലകളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആശയ സംഘടനകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിനനുസൃതമായ നിലയിൽ സ്വതന്ത്രവും ജനാധിപത്യപരവുമായിട്ടുള്ള അന്തരീക്ഷം സർവകലാശാലകളിൽ ഉണ്ടാകണം. വളർന്നു വരുന്ന പൗരന്മാർ എന്ന നിലയിൽ ഭാവി തലമുറയിൽ നമുക്ക് തീർച്ചയായും ഒരു ദിശാബോധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. വ്യക്തമായ അഭിപ്രായമുള്ളവരായിട്ട് അവർ രൂപീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിനൊക്കെ കഴിയുന്ന ഒരു സ്വതന്ത്രവും ജനാധിപത്യപരവുമായ അന്തരീക്ഷമാണ് സർവകലാശാലകളിൽ ഉണ്ടാകേണ്ടത്. നിർഭയം അഭിപ്രായം പറയാനുള്ള ഇടങ്ങളായിട്ട് അവ മാറണം. ആ നിലയിൽ നമ്മുടെ സർവകലാശാലകളെ നിലനിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു അനിവാര്യതയാണ്. ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല. സ്വതന്ത്രമായ ആശയവിനിമയങ്ങൾക്ക് സാധ്യതയുള്ള കാറ്റും വെളിച്ചവും കയറുന്ന ഇടങ്ങളായിട്ട് തന്നെ അവ പരിരക്ഷിക്കപ്പെട്ടു പോകേണ്ടതുണ്ട്. അതിനെതിരെ ഒരു നീക്കം, ആസൂത്രിതമായൊരു നീക്കമുണ്ടോ നമ്മുടെ സംസ്ഥാനത്ത്? നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, ഇന്നത്തെ അന്തരീക്ഷത്തിൽ രാജ്യമെമ്പാടും അത്തരത്തിൽ ഒരു പ്രത്യേക ആശയധാരയെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പൊതുവെ ഇന്ന് സജീവ ചർച്ചയ്ക്ക് വിധേയമാണല്ലോ. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള ബഹുസ്വരത, അതിന്റെ സമൃദ്ധമായ വൈജാത്യങ്ങൾ, അതിന്റെ സാമൂഹ്യ നീതി ബോധം, മതനിരപേക്ഷമായിട്ടുള്ള ആശയങ്ങൾ, ഇതെല്ലാം ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഇടങ്ങളാണ് നമ്മുടെ സർവകലാശാലകൾ. പല വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. പല സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ. അതെ, ടീച്ചർ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് അത്തരം വൈജാത്യങ്ങളും വ്യത്യസ്തതകളും ഒക്കെ ആശയധാര ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഉദാഹരണത്തിന് കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാള പഠനത്തിൽ വേടന്റെ പാട്ട് ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കുന്നത് ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ്. അവർ അക്കാഡമികമായ കൗൺസിലിൽ വെച്ച് അത് പാസ്സാക്കി ഒരു സിലബസ് ആക്കി മാറ്റുന്നു. ഇപ്പോൾ VC പറയുന്നത് ബോർഡ് ഓഫ് സ്റ്റഡീസ് തയ്യാറാക്കിയ സിലബസിലെ ഈ പാട്ട് ഒരു പഠനത്തെ മുൻനിർത്തി വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനിക്കുകയാണ്. അതേപോലെ അജിതാഹാരെ വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ കുട്ടികൾ ഇതൊക്കെ പഠിക്കേണ്ടതല്ലേ മിനിസ്റ്റർ? വേണ്ടാന്ന് വെച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള വിവരമനുസരിച്ച് ഒരു ഏകാംഗ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. എന്ത് പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബോർഡ് ഓഫ് സ്റ്റഡീസിൽ നിക്ഷിപ്തമായിട്ടുള്ളതാണ്. അവരാണ് തീരുമാനമെടുക്കുന്നത്. അവർ തീരുമാനിച്ചിട്ടാണ് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം വേടന്റെ ആ പാട്ട് വളരെ വിശാലമായ വീക്ഷണമുള്ള ഒരു പാട്ടാണ് എന്നുള്ളതാണ്. സാർവദേശീയ തലത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന നാനാമുഖമായ പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, അരികുവൽക്കരണങ്ങൾ, ഇതെല്ലാം വളരെ സമർത്ഥമായ ഭാഷയിൽ എത്ര മനോഹരമായിട്ടാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരു പാട്ടാണത്. പ്രായത്തിൽ വലിയ ചെറിയ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണല്ലോ. ആ ചെറുപ്പക്കാരൻ, ആ യുവാവ്, അയാളുടെ പ്രായത്തിൽ കവിഞ്ഞ പക്വത പ്രകടിപ്പിച്ചുകൊണ്ടാണ് സാർവദേശീയ തലത്തിൽ എവിടെയൊക്കെ മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ഞാൻ അവരോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന
വളരെ അർത്ഥപൂർണമായ ഒരു പാട്ടായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അനുഭവപ്പെട്ടിട്ടുള്ളത്. പക്ഷേ മുൻ തലമുറയിലെ ഞാൻ മനുഷ്യ പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ടാണ്. അത് മിനിസ്റ്റർ, ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിനെ ഏതെങ്കിലും തരത്തിൽ VC ഒറ്റയ്ക്ക് മറികടക്കുന്നത് ആരോഗ്യകരമാണെന്ന് ടീച്ചറിന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒറ്റയ്ക്ക് മറികടക്കാൻ സാധിക്കില്ല. നിയമപരമായ കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമാണല്ലോ. നമുക്ക് എഴുതി വെക്കപ്പെട്ട നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, സർവകലാശാലകളുടെ സ്റ്റാറ്റ്യൂട്ടുകൾ പരമപ്രധാനമാണ്. ഇവയുടെ ഫ്രെയിംവർക്കിനകത്ത് നിന്നുകൊണ്ടാണ് ആരായാലും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇപ്പൊ ചാൻസലർ, വൈസ് ചാൻസലർ മിനിസ്റ്ററെ കാണാൻ വന്നു. ഒരു സമവായം അവിടെ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? അതായത് നേരത്തെയുള്ള പിടിവാശിയിൽ നിന്ന് വൈസ് ചാൻസലർ പിന്നാക്കം പോയി എന്ന് മിനിസ്റ്റർക്ക് തോന്നുന്നുണ്ടോ അവിടുത്തെ ഭരണസ്തംഭനം ഒഴിവാക്കാൻ? തീർച്ചയായും അദ്ദേഹം സർവകലാശാലയിൽ വരാൻ തയ്യാറായി എന്നുള്ളത് തന്നെ അതിന്റെ സൂചനയാണ്. അത് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം എന്നെ വന്ന് കണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞിരുന്നു സർട്ടിഫിക്കറ്റുകളൊക്കെ ഒപ്പിടാനുണ്ട്, അപ്പൊ തീർച്ചയായും നമ്മളത് ചെയ്യണം എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹവും അതിന് തയ്യാറായിരുന്നു. അങ്ങനെ വന്നു, ഒപ്പിട്ടു. അത്യാവശ്യം ഇപ്പോൾ ചെയ്യേണ്ടതായ ഔദ്യോഗിക ചുമതലകൾ അദ്ദേഹം ചെയ്തു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹം എന്നെ വന്ന് കാണുകയുണ്ടായി. ഈ പ്രശ്നങ്ങൾ തീർന്നു പോകണം എന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിനും ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആശയവിനിമയം തുടരുകയാണ്. വൈസ് ചാൻസലറായും സിൻഡിക്കേറ്റായും ഒക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിസ്റ്റർ, ഇന്നലെ വൈസ് ചാൻസലറുമായി നടത്തിയ സംഭാഷണത്തിൽ തൃപ്തയാണോ? അത് പൂർണ്ണമായിട്ടില്ല. അതിന്റെ ഒന്നാം ഘട്ടം അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ ഞാൻ കേട്ടു. അതിനെ തുടർന്ന് സിൻഡിക്കേറ്റിന് പറയാനുള്ളതും കേട്ടു. ഇനി അത് തമ്മിൽ നമുക്ക് ഏത് രീതിയിലാണ് വിഷയം അവസാനിപ്പിക്കാനുള്ള ഒരു മുൻകൈ എടുക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിലേക്ക് എത്തിച്ചേരുന്നേ ഉള്ളൂ. അന്തിമ തീരുമാനം വരുന്ന മുറയ്ക്ക് എല്ലാവരെയും അറിയിക്കാം എന്ന് ഞാൻ ഇന്നലെ സിൻഡിക്കേറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. വൈസ് ചാൻസലർ സമ്മതിച്ചിട്ടുണ്ടോ? സിൻഡിക്കേറ്റ് വിളിക്കാമെന്ന് മിനിസ്റ്ററോട് സമ്മതിച്ചിട്ടുണ്ടോ? കാര്യം നമ്മൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് 2 മാസം ആയില്ലല്ലോ, അവർ കോടതിയിൽ പോകട്ടെ എന്ന് പറഞ്ഞാണ് VC പോയത്. മിനിസ്റ്ററോട് ഈ സിൻഡിക്കേറ്റ് വിളിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടോ VC? സിൻഡിക്കേറ്റ് വിളിക്കാമെന്നാണ് അദ്ദേഹം സമ്മതിച്ചിട്ടുള്ളത്. സിൻഡിക്കേറ്റ് വിളിക്കാതെ ഈ പ്രശ്നം തീരില്ലല്ലോ. അപ്പോ സിൻഡിക്കേറ്റ് വിളിച്ച് വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും ഇരിക്കുന്ന വേളയിൽ ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനൊരു പരിഹാരം. തയ്യാറായിട്ടുണ്ട്. ഇന്നലെ സംസാരിക്കുമ്പോൾ തയ്യാറായിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പം മിനിസ്റ്റർ, ആ സിൻഡിക്കേറ്റ് മീറ്റിംഗിൽ മിനിസ്റ്റർ PVC എന്ന നിലയിൽ പങ്കെടുക്കുന്നുണ്ടോ? പ്രോ ചാൻസലർ എന്ന നിലയിൽ പങ്കെടുക്കുന്നുണ്ടോ? PC എന്ന നിലയിൽ? ഇല്ല, ഞാൻ പങ്കെടുക്കില്ല. ഓക്കെ. അപ്പൊ എന്തായാലും മീറ്റിംഗ് വിളിക്കാൻ സമ്മതിച്ചു. ഇപ്പൊ ഈ രജിസ്ട്രാറിന്റെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല. തർക്കം ഇപ്പോഴും രജിസ്ട്രാറിന്റെ കാര്യത്തിൽ മാത്രമാണ് അല്ലേ? അങ്ങനെയാണ് VCയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം വന്നിട്ടുള്ളത്. അത് ഇപ്പോ നമുക്ക് ഏകപക്ഷീയമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. എല്ലാവരുമായിട്ട് വിശദ ചർച്ചകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് സമവായം എന്ന് പറയാനായിട്ടില്ല. അത് പറയാനാകുമ്പോ ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ. ആദ്യ ഘട്ടത്തിൽ VCക്ക് പറയാനുള്ളതും സിൻഡിക്കേറ്റിന് പറയാനുള്ളതും കേട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ. താങ്ക് യു മിനിസ്റ്റർ. എന്തായാലും എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കാൻ കഴിയട്ടെ. കാരണം മിനിസ്റ്റർ അതിനകത്ത് ഇടപെടുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. കാര്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലാവുന്നത്. എന്നാലും ആ ഇടപെടലിന് നന്ദി. താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു രാവിലെ നമുക്കൊപ്പം ചേർന്നതിൽ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാര്യങ്ങൾ വ്യക്തമായല്ലോ. സമവായമായി എന്ന് പറയാറായിട്ടില്ല. യെസ് മിനിസ്റ്റർ, പറഞ്ഞോളൂ. വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലൊന്നാവില്ല. മറ്റ് പ്രവർത്തനങ്ങളൊക്കെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കൂടാതെ ക്യാമ്പസിൽ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അക്കാദമിക പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ലാതെ
മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. മിനിസ്റ്റർ ബിന്ദുവാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ സമവായമായിട്ടില്ല, എന്നാൽ അതേസമയം സിൻഡിക്കേറ്റ് വിളിക്കാൻ BC തീരുമാനിച്ചിട്ടുണ്ട്. രജിസ്ട്രാറുടെ കാര്യത്തിൽ തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ് വളരെ നിർഭാഗ്യകരമാണ്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നടക്കുന്ന വിഷയം. അതേപോലെ കാലിക്കറ്റ് സർവകലാശാലയിൽ വേടന്റെ പാട്ട് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മിനിസ്റ്റർ പറയുന്നത്. പിന്തുണ നൽകുകയാണ് ബോർഡ് ഓഫ് സ്റ്റഡീസിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആ പാട്ട് പഠിക്കണം എന്നാണ് മിനിസ്റ്റർ പറയുന്നതും. അങ്ങനെയാണെങ്കിൽ ബോർഡ് ഓഫ് സ്റ്റഡീസിനെ മറികടക്കാൻ BCക്ക് കഴിയില്ല. ശ്രദ്ധേയമായ അഭിപ്രായങ്ങളാണ്.